ചൂണ്ടൽ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വീണ്ടും തെരുവുനായ ഭീഷണി. 10ാം വാർഡ് തലക്കോട്ടുകരയിലെ 63ാം നമ്പർ അങ്കണവാടിയാണ് തെരുവുനായ ഭീഷണി നേരിടുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമായ ചൂണ്ടൽ പഞ്ചായത്തിൽ തലക്കോട്ടുകരയിലെ അങ്കണവാടി കെട്ടിടം പരിസരത്ത് കഴിഞ്ഞ ദിവസമാണ് തെരുവുപട്ടിയെയും പ്രസവിച്ചിട്ട 7 പട്ടിക്കുട്ടികളെയും കണ്ടെത്തിയത്. മതിൽ കെട്ടിത്തിരിച്ചുള്ള അങ്കണവാടിയുടെ കോമ്പൗണ്ടിലാണ് തള്ളപ്പട്ടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. 2 ആഴ്ച മുമ്പാണ് ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലും സമാനമായ സംഭവമുണ്ടായിരുന്നു. UP സ്കൂളിലെ വിദ്യാർത്ഥിക്ക് കടിയേറ്റ സംഭവത്തിൽ പട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയും സംസ്ഥാനത്താദ്യമായി തെരുവുനായ ശല്യത്തെ തുടർന്ന് വിദ്യാലയത്തിന് 2 ദിവസം അവധി നൽകേണ്ടി വന്നതും വലിയ വാർത്തയായിരുന്നു. തുടർന്ന് മേഖലയിലെ തെരുവുനായ്ക്കളെ പിടികൂടി പാലക്കാട് ജില്ലയിലുള്ള ഷെൽട്ടറിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. 10 കുരുന്നു വിദ്യാർത്ഥികൾ പഠിക്കുന്ന അങ്കണവാടി കോമ്പൗണ്ടിൽ കൂടി പട്ടിയെയും കുട്ടികളെയും കണ്ടെത്തിയത് രക്ഷിതാക്കളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് അംഗം KL പോൾസൺ ഇടപെട്ട് പട്ടിക്കുട്ടികളെ സമീപത്തെ പറമ്പിലേക്ക് തൽക്കാലം മാറ്റിയിട്ടുണ്ടെങ്കിലും നായശല്യത്തിന് അറുതിയായിട്ടില്ല. അങ്കണവാടിയുടെ പിൻവശം ടാർപ്പായ ഉപയോഗിച്ച് കെട്ടി നായ്ക്കൾ കടക്കാതെ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നായയുടെ കടിയേൽക്കുകയും സ്കൂൾ അങ്കണത്തിൽ പ്രസവിച്ച പട്ടിയെയും കുട്ടികളെയും കണ്ടെത്തുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നായ്ക്കളെ പിടികൂടി പാർപ്പിക്കാൻ ഷെൽട്ടർ സൗകര്യമൊരുക്കാൻ തീരുമാനിച്ചെങ്കിലും ഇതുവരെ നടപടികളായിട്ടില്ല. പഞ്ചായത്തിലെ ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് തീരുമാനം നടപ്പിലാക്കാത്തതിന് പിന്നിലെന്ന ആരോപണവുമുണ്ട്.